2006 അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഇന്ത്യ സന്ദർശനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ സൈന്യം 2 നിബന്ധനകൾ വച്ചു. ഒന്ന്, ജോർജ് ബുഷ് നടക്കുന്ന വഴിയിൽ പഴയ റെഡ് കാർപ്പറ്റ് മാറ്റി പുതിയത് വിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം തിരിച്ചു പോകുന്നതുവരെ രാഷ്ട്രപതി ഭവന്റെ ചുമതല അമേരിക്കൻ സെക്യൂരിറ്റി ഗാർഡ്സിന് കൈമാറണം. എന്നാൽ ഇത് രണ്ടും നടക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുത്ത ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേരാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞ കാരണം, ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളും നടന്ന റെഡ് കാർപ്പറ്റ് അമേരിക്കയ്ക്ക് വേണ്ടി മാത്രം മാറ്റാൻ കഴിയില്ല എന്നാണ്. അത് മറ്റു രാജ്യത്തലവന്മാരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. മാത്രമല്ല, സർവ്വസജ്ജമായ ഇന്ത്യൻ സൈന്യമുള്ളപ്പോൾ രാഷ്ട്രപതി ഭവന്റെ ചുമതല അമേരിക്കയെ ഏൽപ്പിക്കുന്നത് ഇവിടത്തെ സൈനികരോടുള്ള അവഹേളനമായിരിക്കും എന്നുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ കളിയാക്കി. ഭക്തന്മാരുടെ പാപ്പ എന്നറിയപ്പെടുന്ന മോദി 32 പല്ലും വെളിയിൽ കാണിച്ച് പൊട്ടിച്ചിരിച്ചു. ഇനി 1971 നടന്ന ഒരു കഥ നിങ്ങളോട് പറയാം. 1971 യുദ്ധത്തിനു മുമ്പായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിലെത്തി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധിയെ 45 മിനിറ്റോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഇന്ദിരാഗാന്ധി ഇതിന് പകരം വീട്ടിയത് അമേരിക്കയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ മുറിവായി മാറി. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് പിന്തുണ നൽകിയ അമേരിക്ക തങ്ങളുടെ ഏറ്റവും പേരുകേട്ട 7ാം കപ്പൽപ്പടയെ അങ്ങോട്ടേക്ക് അയച്ചു. ഈ വിവരം ഇന്ത്യയുടെ കാതുകളിലെത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: 7ാം കപ്പൽപ്പടയോ 70ാം കപ്പൽപ്പടയോ ഒന്നിനോടും ഇന്ത്യക്ക് പേടിയില്ല. അവരോട് പറഞ്ഞേക്കൂ, എവിടെ വരെ എത്തിയോ അവിടെ നിന്നുകൊള്ളാൻ. മുന്നോട്ട് ഒരു ചുവട് വെച്ചാൽ അറബിക്കടലിന്റെ ആഴങ്ങളിൽ അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കുമെന്ന്. ഇന്ദിര ഒരിക്കലും വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല, പേടിച്ചോടിയിട്ടുമില്ല, പിന്നോട്ട് പോയിട്ടുമില്ല. പകരം ഇന്ദിരാഗാന്ധി നേരെ സോവിയറ്റ് യൂണിയനുമായി സഖ്യം ചേർന്നു. ഫലമോ, അമേരിക്ക പിന്തുണ നൽകിയിട്ട് പോലും പാകിസ്ഥാനെ വെട്ടുമുറിച്ച് 2 തുണ്ടമാക്കി ഒരു തുണ്ടത്തെ ബംഗ്ലാദേശാക്കി മാറ്റി. ഇന്ത്യയുടെ ശക്തി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. ഇന്ന് PR വർക്കിലൂടെ ഭരണം നടത്തുന്ന ഭക്തന്മാരുടെ മോദി അമേരിക്കൻ പ്രസിഡന്റ് കളിയാക്കിയപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ.